ആത്മാർത്ഥമായി മനസ്സ് തട്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയാറുണ്ട് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ മഈഷത്തിന് വേദിയായിരിക്കുന്ന ഈ നാട്, ഈ ഇമാറത്ത്, ഇവിടെ നമ്മുടെ ജീവിതം വളരെ ശാന്തമാണ്. നമുക്ക് വളരെ സ്വസ്ഥമായി ഇവിടെ കഴിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സാഹചര്യത്തെക്കാൾ നന്നായി ഇവിടെ കുടുംബസമേതം വളരെ അനുഗ്രഹീതരായി ജീവിക്കുന്ന ആളുകളുണ്ട്. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കൊതിക്കുന്ന ഏതൊരാൾക്കും ഈ നാട്ടിൽ അതിന് നല്ല സൗകര്യവുമുണ്ട്. തമാടിയായി താന്തോന്നിയായി ജീവിക്കാൻ കൊതിക്കുന്ന ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ പോയാലും നന്നാകുകയില്ല, നേരെയാകുകയില്ല. മറിച്ച് നേരെയാകാനും നന്നാകാനും ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും അതിനുള്ള വഴി നമ്മുടെ നാടിനേക്കാൾ ഏറെ ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. അത്രമാത്രം തഖ്വ കൈവരിക്കുവാൻ ഈ നാട്ടിൽ നിന്ന് പലർക്കും കഴിയുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞുവല്ലോ, ധിക്കാരത്തിലും തമ്മാടിത്തത്തിലും കഴിയുന്ന ആളുകൾ എവിടെ പോയാലും അവർ നേരെയാകുകയില്ല. മറിച്ച് സന്മനസ്സുള്ള എത്രയെത്ര ആളുകളാണ് ഈ നാട്ടിൽ വന്നതിന് ശേഷം അവരുടെ അബദ്ധസഞ്ചാരം മാറ്റിവെച്ച് തഖ്വയുടെ മേഖലയിലേക്ക് കടന്നു വന്നത്, സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക്, സൽപ്രവർത്തനത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ആ കാര്യത്തിലൊക്കെ നമ്മൾ ഏറെ റബ്ബിനോട് കടപ്പെട്ടവരുമാണ്. ഈ നാട്ടിൽ വന്നതിന് ശേഷം ജീവിത വിശാലത ലഭിച്ചവരും ദീനീ ചിട്ട ലഭിച്ചവരുമാണ് നമ്മളിൽ അധിക പേരും. ചുരുക്കം ചില ആളുകൾ, അല്ലെങ്കിൽ മറുവിഭാഗമുണ്ട്, ഈ നാട്ടിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ കാര്യമായ നേട്ടമൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. അത്തരം ആളുകൾ അവരുടെ വിശ്വാസത്തിലും അവരുടെ സദ്ദേശത്തിനും അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ചുറ്റുപാട് ഖൈറായി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം വലിയ ഒരു നിഅമത്ത് സമാധാനത്തോടുകൂടി സുഭിക്ഷമായി കഴിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ അതിനേറെ കടപ്പെട്ടവരായിരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. അതാണ് സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നാം അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു തരാമെന്ന് നിങ്ങളുടെ നാഥൻ പ്രഖ്യാപിച്ച സന്ദർഭം ശ്രദ്ധേയമാണ് എന്നാണ്. അപ്പൊ നമ്മൾ എത്ര കണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ തയ്യാറാകുന്നുവോ അത്ര കണ്ട് അല്ലാഹു അധികരിപ്പിച്ചു തരുവാനും തയ്യാറാണ് എന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖതാദ പറഞ്ഞത്, ഹഖ്ഖുൻ അലല്ലാഹി അൻ യുഅതിയ മൻ സഅലഹ വയസീദ മൻ ശകറ എന്നാണ്. അല്ലാഹുവിന്റെ മേൽ ബാധ്യതയാണ് അവനോട് ചോദിക്കുന്ന ആളുകൾക്ക് നൽകുക എന്നതും നന്ദി കാണിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കുക എന്നതും അല്ലാഹുവിൽ ബാധ്യതയുള്ള കാര്യമാണ് എന്ന്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ജീവിത ചുറ്റുപാടിൽ ഖൈറും ബറക്കത്തും ഒക്കെ കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ അതിനാഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നന്മ വളരുവാൻ, നന്മ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തിന്മയെയും തിന്മയുടെ ആളുകളെയും അവരോട് നിസ്സഹാരം പ്രഖ്യാപിക്കുവാനും അവരെ തടയാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശം അത് തന്നെയാണ്. നന്മയോട് സഹകരിക്കുവാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്. വതആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുടെ വിഷയത്തിൽ, പുണ്യത്തിന്റെ വിഷയത്തിൽ, തഖ്വയുടെ കാര്യത്തിലാൽ നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത്. എന്നാൽ പാപത്തിന്റെ വിഷയത്തിലും അതിക്രമത്തിന്റെ വിഷയത്തിലും പരസ്പര സഹായം പാടില്ല എന്നാണ്. അപ്പൊ നാട്ടിൽ നന്മ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന ആളുകൾ ഇത്തരം നല്ല കാര്യങ്ങളോട് സഹകരിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തത്തിനും കുടുംബത്തിനും സമാധാനം കൊതിക്കുന്ന, അപകടങ്ങളിൽ നിന്ന് മുക്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും അതിനുവേണ്ടി മുൻകരുതൽ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും നാട്ടിലെ നന്മയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട് എന്നതാണ്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വലിയ പാപമായി, മഹാ അക്രമമായി കൊണ്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അത്തരം ആളുകളെ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു താക്കീത് ചെയ്യുന്നുണ്ട്. സൂറത്ത് മാഇദയിൽ നമുക്ക് കാണാൻ കഴിയും,
إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ ദൂതനോടും പോരടിക്കുന്നവരും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ കൊതിക്കുന്നവരുമായ അതിന് പരിശ്രമിക്കുന്നവരുമായ ആളുകൾക്കുള്ള പ്രതിഫലം അയ്യുഖത്തലു, അവർ കൊല്ലപ്പെടുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ അത്തരം ആളുകളെ പിടികിട്ടിക്കഴിഞ്ഞാൽ അവരെ വധിച്ചു കളയണമെന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലെങ്കിൽ ഔ യുസല്ലബു, അവർ ക്രൂശിക്കപ്പെടേണ്ടതുണ്ട്, കുരിശിലേറ്റി അവരെ കാണിക്കപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഔ തുഖത്ത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ, അവരുടെ കൈകാലുകൾ ഭിന്നമായി ഛേദിക്കപ്പെടേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ ഔ യുൻഫൗ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് അവർ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അവർ നാട് കടത്തപ്പെടേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഒരു കാരണവശാലും അത്തരം ആളുകൾ, നാട്ടിന് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, അവരുടെ അക്രമത്തിൽ വാഴാൻ അവരെ വിട്ടേക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെ അവരെ ഈ ഭൂമിയിൽ വെച്ച് പിടികിട്ടിക്കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നത് അവർക്ക് അപമാനമാണ്. ദാലിക ലഹും ഖിസിയ്യും ഫിദ് ദുനിയ, ഈ ഭൂമിയിൽ അവർക്കൊരു അപമാനമാണ്. അതുകൊണ്ട് തീർന്നില്ല, മറിച്ച് വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ പല നാട്ടിന്റെയും കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അവിടെ പീഡിതരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ, മർദ്ദനത്തിനിരയായ ആളുകൾക്കിടയിൽ അവരിലേക്ക് ആ അക്രമങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന വികാരജീവികളായ പലരുമുണ്ട്. അവരുടെ അപക്വമായ ഇടപെടൽ കാരണത്താൽ ശത്രുക്കളിൽ നിന്ന് ശത്രുക്കൾക്ക് അവരിലേക്ക് കടന്നു വരുവാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന ആളുകൾ, അതൊരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവൻ കാരണം അവൻ മുഖേന സ്വന്തത്തിനോ കുടുംബത്തിനോ നാട്ടിനോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാവുന്ന മേഖലയിൽ അവൻ പ്രവർത്തിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ വികാരജീവികളാകാൻ പാടില്ല. വിവേകത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ്. രണ്ട് കണ്ണുകളെ നരകം തൊടുകയില്ല, സ്പർശിക്കുകയില്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. ഐനാനി ലാ തമസ്സുഹും അന്നാർ, രണ്ട് കണ്ണുകളെ നരകം തൊടുകയില്ല. അതിലൊന്ന് ഐനുൻ ബകത് മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണാണ്. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണ്, അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് കരയുന്ന കണ്ണ്, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ആലോചിച്ച് കരയുന്ന കണ്ണിന്റെ ഉടമക്ക് പരലോകത്ത് മഹ്ശറിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം അറിഞ്ഞ് അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന മഹനീയമായ അവർണ്ണനീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് അവനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരിക്കലും താങ്ങാൻ കഴിയാത്ത നരകയാതനകളെ സംബന്ധിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ ശക്തിയും അവന്റെ മഹത്വവും ആലോചിച്ച് കണ്ണുനീർ പൊഴിക്കേണ്ടവരാണ് നമ്മൾ. ഒരു സത്യവിശ്വാസി ആ നിലക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടവനാണ് എന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിച്ച് പേടിച്ച് കരയുന്ന കണ്ണിന്റെ ഉടമ നരകത്തിൽ പോകുകയില്ല എന്ന് റസൂൽ നമ്മെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ചേർത്ത് പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രി ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന കണ്ണാണ്. തൗഹീദിന്റെ നാട്ടിൽ, ആ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർന്നു കാണണമെന്ന് കൊതിക്കുന്ന നാട്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ അത്തരം ആളുകൾക്കും നരകത്തിന്റെ രക്ഷയുണ്ട് എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച ഒരു സംഭവം സൂറത്ത് അൻ-നഹ്ലിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് സബഇലും അത്തരം പരാമർശം നമുക്ക് കാണാൻ കഴിയും. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. അല്ലാഹു ഉദാഹരിച്ചു തരികയാണ് നമുക്ക്. വളരെ നിർഭയത്വമുണ്ടായിരുന്ന ശാന്തമായിരുന്ന ഒരു നാട്. ആ നാട്ടിൽ അവിടേക്കുള്ള ആഹാര വസ്തുക്കൾ എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. വളരെ സുഭിക്ഷമായി ആഹാര വസ്തുക്കൾ ലഭിച്ചിരുന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചിരുന്ന ഒരു നാട്.
ആ നാട്ടിലെ ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് നന്ദികേട് കാണിച്ചപ്പോൾ അവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശപ്പും ഭയവുമൊക്കെ ഏർപ്പെടുത്തിയെന്നാണ്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ തയ്യാറാകാതാവുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വസ്ഥതയും സമാധാനവുമെല്ലാം എടുത്തു മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുഴുകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ വെറുപ്പും ക്ഷണിച്ചു വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാട് സുഭിക്ഷവും സുരക്ഷിതവുമൊക്കെ ആകാൻ കൊതിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൂടുതൽ ഭക്തിയിൽ ജീവിക്കുക എന്നതാണ്. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അറാഫിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മതയിൽ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നീങ്ങുന്നുവോ ആ നിലക്ക് അല്ലാഹുവിന്റെ സഹായം നാട്ടിൽ ഉണ്ടാകുമെന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ നാട്ടുകാർ വിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണ് ചെയ്തിരുന്നത് എങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അനുഗ്രഹങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മതയുള്ള ആളുകളാകുന്നുവോ, നമ്മുടെ വിശ്വാസം എത്ര കണ്ട് ശക്തമാണോ, അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്തുകൾ ചൊരിഞ്ഞു തരുമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സത്യവിശ്വാസത്തിന് ശക്തി നൽകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നമ്മുടെ സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടിനുമൊക്കെ സമാധാന അന്തരീക്ഷം കൈവരിക്കുന്ന, സുഭിക്ഷത കൈവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി ജഗനിയന്താവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഗൗനിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ് നിർഭയത്വമുള്ള നാട് എന്നതാണ്. ആ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കണമെന്ന് കൊതിക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ട, അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തങ്ങളിലുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക എന്നതാണ്. എന്തെല്ലാം കാര്യങ്ങളാണോ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതൊക്കെ ഭംഗിയായി നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് മുഖേന നമുക്കും നാടിനുമൊക്കെ ഗുണമുണ്ട്. അതില്ലാതാകുമ്പോൾ പല നിലക്കുമുള്ള പ്രയാസങ്ങളും കടന്നു വരും. അതുവഴി ഈ ഭൂമിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുക എന്നതിനപ്പുറത്ത് പരലോകത്ത് അള്ളാഹുവിന്റെ കനത്ത വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ സാഇലുൻ കുല്ല റാഇൻ അമ്മ സ്തർആഹ അഹഫിള അം ദയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകളോടും അവരിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം സംബന്ധിച്ച് കൃത്യമായി വിചാരണ ചെയ്യും, ചോദിക്കും. ആ കാര്യം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടോ, നിറവേറ്റിയിട്ടുണ്ടോ, അതല്ല അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് അതിൽ നമ്മൾ വിജയിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമാധാനം കൊതിക്കുന്ന നമ്മൾ, ഇവിടെ നല്ല ചുറ്റുപാട് ആഗ്രഹിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെയുള്ള നിയമങ്ങൾ അനുസരിക്കുക, അംഗീകരിക്കുക എന്നതാണ്. ഭരണാധികാരികളെ അനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ച് വളരെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം കൂടിയാണ്. അല്ലാഹു നമ്മോട് സൂറത്തുൻ നിസായിലൂടെ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം, ഉലിൽ അംറിനെയും അനുസരിക്കണം. ഉലിൽ അംറിനെ
ധാരാളം വിവക്ഷ നൽകപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ്. ഏതായാലും ഭരണാധികാരി അതിൽ നിന്ന് ഒഴിവല്ല. നമുക്കറിയാം, ഭരണാധികാരിയെ അനുസരിക്കുക മാസിയത്തിന് കൽപ്പിക്കാത്ത കാലത്തോളം നമ്മൾ അതിന് ബാധിക്കപ്പെട്ടവരാണ്. ഭരണാധികാരിയിൽ കുഫ്ർ കാണാത്തത്തോളം കാലം വിപ്ലവങ്ങൾ ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കുക എന്നതും ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഏറ്റവും സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാക്കുവാൻ ഞാൻ പറഞ്ഞുവല്ലോ, ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴുള്ള സ്വസ്ഥതയും സമാധാനവും ഇനിയും നിലനിൽക്കുവാനും അത് ഇതിനേക്കാൾ ഏറെ ലഭിക്കുവാനും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിൽ ആ കാര്യം കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാടിന് കുഴപ്പങ്ങൾ ഇളക്കി വിടുന്ന ഒരു കാര്യവും ഇല്ലാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് വിജയം കൈവരിക്കുവാൻ, നമ്മുടെ നാടിന് സുരക്ഷ നൽകുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിജയിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദുരിതങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്ത് തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ രോഗം അല്ലാഹു ശിഫയാക്കുകയും അവർക്ക് സ്വസ്ഥ